ഡോക്ടർ 2 ദിവസമായി ഭയങ്കര നടുവേന. ഞാൻ റെസ്റ്റ് എടുത്തു, പക്ഷെ ഒട്ടും കുറവില്ല. അങ്ങനെ തന്നെ ഇരിക്കുക. എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ഇവിടെ ഈ ഭാഗമായിട്ട് ഭയങ്കര വേദനയാണ്. പലർക്കും ഒരു തെറ്റായ ധാരണയാണ് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ റെസ്റ്റ് മാത്രം എടുത്താൽ മതി, അതങ്ങ് കുറയുമെന്ന്. ഡു യു തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ടു ഡു? സോ ഫസ്റ്റ് ഓഫ് ഓൾ, റെസ്റ്റ് ഇസ് നോട്ട് ഓൾവേസ് ബാഡ്. ഇൻഫാക്ട് ഇനീഷ്യൽ ഫേസസ് ഓഫ് ഇഞ്ചുറിയിൽ അത് വളരെ നെസസറി ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മസിൽ സ്ട്രെയിൻ, ലിഗമെന്റ് സ്ട്രെയിൻ അതുപോലത്തെ ഇഞ്ചുറീസ് ആണെങ്കിൽ ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് കുറയ്ക്കുവാനായി ഷോർട്ട് പീരീഡ് ഓഫ് റെസ്റ്റ് ഇസ് വെരി നെസസറി. ബട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യും. നമ്മൾ എല്ലാവരുടെയും വിചാരം റെസ്റ്റ് എടുക്കുമ്പോൾ ബോഡി ഒട്ടും അനങ്ങുന്നില്ലല്ലോ, അപ്പൊ പിന്നെ വേദന മാറണമല്ലോ. ബട്ട് നമ്മുടെ ബോഡി ഒരു മെഷീൻ പോലെയാണ്. ഉപയോഗിക്കാതെ ഇരിക്കും തോറും സ്റ്റിഫ്നെസ്സും വീക്ക്നെസ്സും കൂടും. ആൻഡ് ഓൾസോ ഹീലിംഗ് പ്രോസസ് സ്ലോ ഡൗൺ ചെയ്യും. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. നിങ്ങൾക്ക് നെക്ക് പെയിനോ ബാക്ക് പെയിനോ ഉണ്ടാവുമ്പോൾ ഒരു 2-3 ദിവസം അങ്ങ് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇസ് മസിൽ വീക്ക്നെസ്. ഉപയോഗിക്കാതെ ഇരിക്കും തോറും മസിൽസ് വീക്ക് ആവും. നെക്സ്റ്റ് വൺ ഇസ് ജോയിന്റ് സ്റ്റിഫ്നെസ്. ജോയിന്റ് വളരെ കട്ടിയും ലെസ് മൊബൈലും ആവും. തേർഡ് വൺ ഇസ് പുവർ ബ്ലഡ് ഫ്ലോ. മൂവ്മെന്റ് കാര്യമായി ഇല്ലാത്തതിനാൽ സർക്കുലേഷൻ കുറയും ആൻഡ് ഹീലിംഗ് സ്ലോ ഡൗൺ ആവും. ഫോർത്ത് വൺ ഇസ് മോർ പെയിൻ. യെസ്, ഇൻആക്ടിവിറ്റി കൂടുന്തോറും വേദന വേഴ്സ് ആവും. ദ ലാസ്റ്റ് വൺ ഇസ് ഫിയർ ഓഫ് മൂവ്മെന്റ്. നമ്മുടെ മനസ്സിൽ മൂവ്മെന്റ് ചെയ്ത പെയിൻ കൂടും എന്ന് തോന്നി തുടങ്ങും, വിച്ച് ലീഡ്സ് ടു ലോങ് ടേം ഡിസബിലിറ്റി. സോ ഇൻ മെനി കേസസ് റെസ്റ്റിംഗ് ടു മച്ച് ക്യാൻ മേക്ക് റിക്കവറി ഹാർഡ്. ഓക്കെ, ഇപ്പൊ റെസ്റ്റിനെ കൊണ്ട് മാത്രം ഉപയോഗം ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇനി വേദന മാറാൻ എന്താ ചെയ്യാ? റെസ്റ്റിനെക്കായും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ദാറ്റ് ഈസ് ആക്റ്റീവ് റിക്കവറി. എന്താണ് ഈ ആക്റ്റീവ് റിക്കവറി? മെയിൻറ്റെയിൻ എ ജെന്റിൽ ആൻഡ് പെയിൻ ഫ്രീ മൂവ്മെന്റ്. ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ജെന്റിൽ പെയിൻ ഫ്രീ സ്ട്രെച്ചസ് ചെയ്യുക. വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും സ്ലോ വാക്കിംഗ് ചെയ്യുക. റിലാക്സേഷൻ ആൻഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡീപ് ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നോ യുവർ ലിമിറ്റ്സ്. ദാറ്റ് ഈസ് ആവശ്യത്തിന് മാത്രം റെസ്റ്റ് എടുക്കുക ആൻഡ് പെയിൻ ഫ്രീ ലിമിറ്റ്സിൽ മാത്രം മൂവ്മെന്റ് ചെയ്യുക. പക്ഷെ ചില സിറ്റുവേഷനിൽ റെസ്റ്റ് വളരെ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഫ്രാക്ചർ അഥവാ സീരിയസ് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ, സ്വെല്ലിംഗ്, റെഡ്നെസ്, സിവിയർ ഷാർപ്പ് പെയിൻ, പിന്നെ നിങ്ങൾക്ക് റീസെന്റ് സർജറീസ് ഓർ ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ ചെറുതായി അനങ്ങിയാൽ തന്നെ വേദന ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെയോ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യണം. സോ ലെറ്റ് മീ ടെൽ യു ദിസ്, മൂവ്മെന്റ് ചെയ്താൽ പെയിൻ കൂടുമെന്ന് പേടിയുള്ളവരാണെങ്കിൽ യു ആർ നോട്ട് അലോൺ. ജസ്റ്റ് സിമ്പിൾ മൂവ്മെന്റ്സിലൂടെ റിക്കവറി ചെയ്തിട്ടുള്ള പല പേഷ്യൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ബോഡിയുടെ റിതമിന്റെ കൂടെ വേണം വർക്ക് ചെയ്യാൻ, നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. ഈ ഒരു കോമൺ മിസ്കൺസെപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in the next video.